ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ചെമ്പനീർ പൂവിൻ്റെ സീരിയലിൻ്റെ എപ്പിസോഡിൻ്റെ അടുത്ത ഭാഗമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാൻ. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം എന്തായി നോക്കാം. അങ്ങനെ അച്ചമ്മ കൊടുത്തുവിട്ട പാലും കൊണ്ട് അവൾ റൂമിലേക്ക് വന്നു. അപ്പോൾ റൂമിൽ നിന്നും കയറി കതകടച്ച് കുറ്റിയിടുകയാണ്. സുധി അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. അവൾ വാതിലടച്ച സമയത്ത് അവളും വന്ന് അവിടെ നിൽക്കുകയാണ്. അവളും കട്ടിലിൽ കയറിയിരുന്ന് അവൻ്റെ അടുത്ത് അവൻ കൈവച്ചതിൻ്റെ അടുത്ത് തന്നെ കൈവച്ച് മെല്ലനെ കയ്യിൽ കയറി തൊട്ട്. അപ്പോൾ തന്നെ അവനൊരു ഞെട്ടലുണ്ടായി. കാര്യം എന്ന് പറഞ്ഞാൽ അവനൊരു ഗൗരവത്തോടെയാണ് ഇരിക്കുന്നത്. അങ്ങനെ അച്ചമ്മ വന്ന് നോക്കുന്ന സമയത്ത് കാണുന്നത് അവൾ കിണറ്റിൽ നിന്നും വെള്ളം കോരുകയാണ്. അത് നോക്കി കുറച്ച് സമയം അച്ചമ്മ അവിടെ തന്നെ നിൽക്കുകയാണ്. അച്ചമ്മ ചിന്തിക്കുകയാണ്, ഇവൾ അതിരാവിലെ തന്നെ എണീറ്റിട്ടുണ്ടല്ലോ, കുളിച്ചിട്ടും ഇല്ല. മുമ്പത്തെ പോലെ തന്നെ ആയിരുന്നോ ഇന്നലത്തെ രാത്രിയും? ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒന്നും നടന്നില്ലേ? അവനെവിടെ? ആഹാ. അതും പറഞ്ഞ് അച്ചമ്മ മുറിയിലേക്കാണ് കയറി വന്നത്. അപ്പോഴാണ് കാണുന്നത് മുണ്ടും പിരിച്ച് താഴെ കിടക്കുന്ന സുധിയെ. അപ്പോൾ അച്ചമ്മ പറയുകയാണ്, ആഹാ, ഒരു മുണ്ടും പിരിച്ച് തറയിൽ കിടക്കുകയാണല്ലേ? ഒരു മുരിങ്ങ മരം മുഴുവനും വിഴുങ്ങിയിട്ടും നിനക്ക് ഒരു കുലുക്കവും ഇല്ലേടാ? നിന്നെ ഞാൻ ഇന്നുണ്ടല്ലോ. ആഹാ എന്നും പറഞ്ഞ് അച്ചമ്മ എന്ത് ചെയ്ത് അടുത്തിരിക്കുന്ന സ്റ്റീൽ കപ്പെടുത്ത് താഴേക്കെറിഞ്ഞു. അപ്പോഴാണ് അവൻ ഉറക്കിൽ നിന്നും എണീറ്റത്. അയ്യോ, രേവതി എന്നെ കൊല്ലല്ലേ. അപ്പോൾ അച്ചമ്മ പറയാണ്, ഞാൻ രേവതിയല്ല, കലാവതിയാ, നിൻ്റെ അച്ചമ്മ. അയ്യോ, ഞാൻ കരുതി രേവതി എന്തോ എടുത്ത് എന്നെ അടിക്കാൻ വന്നതാണെന്ന്. അവളങ്ങനെയാ, അധിക സമയം കടന്നുറങ്ങിയാൽ എന്തെങ്കിലും എടുത്ത് അടിക്കും. നിന്നെ ഒന്നും വെറുതെ അടിച്ചാൽ പോരാ, അടിച്ച് നിൻ്റെ എല്ലൊടിക്കണം. എന്താ എൻ്റെ അച്ചമ്മ രാവിലെ തന്നെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞ് അവൻ തറയിൽ നിന്നും കട്ടിലിൽ കയറിയിരുന്നു. എന്തിനാ നീ തറയിൽ തുണി വിരിച്ച് കിടന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, കിടക്കാൻ പായില്ല. കട്ടിലിൽ കിടക്കാൻ വേണ്ടി രേവതി അതെടുത്ത് എവിടെയോ ഒളിപ്പിച്ച് വെച്ചു. ഞാൻ വിടുവോ? ഞാൻ മുണ്ട് വിരിച്ച് താഴെ കിടന്നു. ആ മുണ്ടെടുത്ത് അവൻ കഴുത്തിൽ കൂടി ചുറ്റിയിട്ടു. എന്നിട്ട് അച്ചമ്മയോട് ചോദിക്കുകയാണ്, ഈ മുണ്ട് ആർതാന്നറിയോ? ഇത് അച്ചാച്ചൻ്റെ മുണ്ടാ. ഇത് പുതച്ച് കിടന്നപ്പോഴുണ്ടല്ലോ ഞാൻ കുറേ നേരം അച്ചാച്ചനെ ഓർത്ത് പോയി. കുഞ്ഞുനാളിൽ എന്നെ തോളിലിരുത്തി വെളിച്ചം കാണാൻ വേണ്ടി കൊണ്ടുപോയതും, വണ്ടി പോകുന്നത് കാണാൻ കൊണ്ടുപോയതും, പുഴയിൽ നീന്തം പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയതും, മടിയിലിരുത്തി കഥ പറഞ്ഞു തന്നതും ഒക്കെ ഓർത്തു. കുറച്ച് സമയം ആ ചെറിയ കുട്ടിയായി മാറി അച്ചമ്മേ. എങ്ങനെയെങ്കിലും ഇവന് ചെറിയ കുട്ടിയാവണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോഴാണ് ഇവൻ ചെറിയ കുട്ടിയായി മാറുന്നത്. നീ പായ വേണ്ട അച്ചമ്മേ, ഞാൻ എന്നും അച്ചാച്ചൻ്റെ മുണ്ടും പൊതിച്ച് ഉറങ്ങിക്കോളാം. എനിക്ക് കുട്ടിയാവണം. അച്ചാച്ചൻ്റെ നെഞ്ചിൽ കവിഴ്ന്ന് കിടന്ന് ഉറങ്ങുന്നത് പോലെ ഉറങ്ങണം. ഇവൻ ഇനി എന്താ വേണ്ടത്? കെട്ടിയ പെണ്ണ് അടുത്തുണ്ടായിട്ടും മരിച്ചുപോയ അച്ചാച്ചൻ്റെ നെഞ്ചത്ത് കിടന്ന് ഉറങ്ങാനാണ് മോഹം. ഛേ, എന്തിനാ എന്നെ ആട്ടിയത്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എണീച്ച് പോട്ടെ ഇവിടുന്ന്. അച്ചാച്ചനെ കൂടി കൊണ്ടുപോയിക്കോട്ടെ അച്ചമ്മേ. തിളച്ച വെള്ളം അടുപ്പത്തില്ല, അതെടുത്ത് ഞാൻ നിൻ്റെ മുഖത്തടിക്കും ഒഴിക്കും. അച്ചമ്മ ദേഷ്യം പിടിച്ച് ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. അപ്പോൾ അവൻ പറയാണ്, രാവിലെ തന്നെ ഈ അച്ചമ്മയ്ക്ക് എന്താ പറ്റിയത്? ഈ ലവളെവിടെ പോയി? അത് കഴിഞ്ഞ് അച്ചമ്മൻ്റെ പിറകെ ഓടുകയാണ്. അച്ചമ്മേ നിൽക്ക്. അച്ചമ്മേ, സ്ട്രോങ് ആയിട്ടൊരു ചായ എടുത്ത് തരുമോ? ഏലക്കായൊക്കെ ഇട്ട് അച്ചമ്മയുടെ സ്പെഷ്യൽ ചായ. നിൻ്റെ ഭാര്യ ഉണ്ടല്ലോ ഇവിടെ, അവളോട് പറഞ്ഞ് സ്ട്രോങ് ആയിട്ട് നീ ചായ ഉണ്ടാക്കാൻ പറ. അല്ലാണ്ട് എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അതെങ്ങനെയാ? അങ്ങനെ ഒരുത്തി ഉണ്ടല്ലോ എന്നുള്ള ചിന്തയില്ലല്ലോ നിനക്ക്. അച്ചമ്മ ഉണ്ടാക്കിയതുപോലെ ആവോ? അവൾക്ക് നല്ല ചായ ഉണ്ടാക്കാൻ അറിയില്ല. അവൾക്ക് നല്ല സാമ്പാർ ഉണ്ടാക്കാൻ അറിയാം. അച്ചമ്മ ഉണ്ടാക്കുന്നത് പോലത്തെ സാമ്പാർ. ആടാ, നിനക്ക് സാമ്പാർ ഉണ്ടാക്കിത്തരാനും ചായ ഉണ്ടാക്കിത്തരാനും ഒക്കെയല്ലേ നിൻ്റെ ഭാര്യ. അവിടുന്ന് അച്ചമ്മ ദേഷ്യം പിടിച്ചു പോയി. അതൊക്കെ ഞാൻ പറഞ്ഞ് ചെയ്യിക്കുന്നതൊന്നുമല്ല, അവൾ അവളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കുന്നതാ. അതും പറഞ്ഞ് അവൻ വീണ്ടും അച്ചമ്മയുടെ പിറകെ ഓടി. അച്ചമ്മേ എന്ത് പറഞ്ഞാൽ ഇവന് മനസ്സിലാവുന്നില്ലല്ലോ ദൈവമേ. അവളൊരു പാവം കുട്ടിയായതുകൊണ്ട് ഇവൻ്റെ കൂടെ ജീവിക്കുന്നു. അല്ലാതെ വേറെ വല്ല പെണ്ണുമായിരുന്നെങ്കിൽ ഇവന് കാണാമായിരുന്നു. ഇവള് പാവോ? അവൾ പാവം പെൺകുട്ടി. ഞാനാരാപ്പോൾ ക്രൂരനോ? ഈ വിവരം കെട്ടവനെ ഞാൻ തന്നെയാണോ വളർത്തിയത്? അപ്പോൾ അവൻ പറയാണ്, ഞാൻ അച്ചാച്ചൻ്റെ മുണ്ടെടുത്തെടുത്തു. അപ്പോൾ അത് അച്ചമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അതല്ലേ സത്യം? എനിക്ക് അച്ചമ്മയുടെ സ്റ്റൈലിൽ ഒരു ചായ വേണം. ഉണ്ടാക്കിത്തരാൻ പറ്റുമോ?
അപ്പോഴാണ് അവൾ അതുവഴി വന്നത്. അവൾ പറയാണ്, എന്തിനാ അച്ഛമ്മയെ ശല്യം ചെയ്യുന്നത്? ഞാൻ ഉണ്ടാക്കിത്തരാം ചായ. ഏയ്, നീ ഉണ്ടാക്കിത്തരണ്ട. എനിക്കുണ്ടാക്കേണ്ടത് അച്ചമ്മ സ്റ്റൈൽ ചായയാണ്. അത് അച്ചമ്മ തന്നെ ഉണ്ടാക്കണം, സൂപ്പർ ചായയായിട്ട്. നീ ഒരു കാര്യം ചെയ്യ്, നീ അച്ചമ്മ ഉണ്ടാക്കുന്ന ചായ കണ്ടുപഠിക്കും. അതും പറഞ്ഞ് അപ്പോഴേക്കും അവൾ തിരിഞ്ഞു നടന്നു. ഒടുവിൽ അച്ചമ്മ സഹികെട്ട്, ഉണ്ടാക്കിത്തരാം, നീ ഒന്ന് അടങ്ങി നിൽക്കുക എന്ന് പറഞ്ഞവനോട്. ഞാൻ പെട്ടെന്നൊന്ന് പല്ല് തേച്ചിട്ട് വരാം. അപ്പോൾ അച്ചമ്മ പറയാണ്, ദൈവമേ, ഇവനെന്താ ഇങ്ങനെ? ഇവൻ അറിഞ്ഞുകൊണ്ട് കളിക്കുന്നതാണോ അല്ലെങ്കിൽ ഇവൻ അറിയാതെ കളിക്കുന്നതാണോ? ഞങ്ങൾക്കൊരു താഴ്വഴി വേണം. ദൈവമേ, ഇവന് സദ്ബുദ്ധി കൊടുക്കണേ. എൻ്റെ ദൈവമേ. അപ്പോഴേക്കും അവൻ വീണ്ടും പിറകിൽ വന്നു. ദൈവം അവിടെയാണോ? ഇല്ല, അവിടെ നിൻ്റെ അച്ചാച്ചൻ. അപ്പാട് അവൻ ആ ഭാഗത്തേക്ക് നോക്കിയിട്ട്, അച്ചാച്ച സുഖമാണോ അവിടെ? അച്ചാച്ച ഇങ്ങ് താഴോട്ട് വാ, കുറച്ച് ദിവസം ഇവിടെ നിന്ന് എല്ലാം കണ്ടിട്ട് പോകാം. നിർത്തടാ, എനിക്കെന്താ എൻ്റെ അച്ചാച്ചനോട് സംസാരിച്ചൂടെ? അപ്പോൾ അച്ചാച്ചനോട് ഞാൻ സംസാരിച്ചോളാം, നീ നിൻ്റെ ഭാര്യയോട് സംസാരിക്കും. മുണ്ടിങ്ങോട്ട് കൊണ്ടുപോടാൻ പറഞ്ഞ് മുണ്ട് പിടിച്ചിട്ട് അച്ചമ്മ. അപ്പോഴാണ് അടുക്കളയിൽ നിന്ന് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അവളെ അച്ചമ്മ കണ്ടത്. അപ്പോൾ അച്ചമ്മ പറയാണ്, ക്ഷേത്രത്തിൽ പോകാൻ ആയി സമയം. അപ്പോഴേ നീ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങ്. അവനെ അവിടെ നിന്ന് ഒന്ന് ആട്ടിയിട്ട് അച്ചമ്മ പോയി. എന്നിട്ട് അവൻ അവളുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, എന്താ ഇത്, ക്ഷേത്രത്തിൽ പോകാനോ? അവൾ പറഞ്ഞു, പോകണം. ഒരു ദിവസമല്ല, 11 ദിവസം തുടർച്ചയായി പോകണം. അപ്പോൾ അവൻ, അച്ചമ്മ എന്തോ നേർച്ച നേർന്നതാ. 11 ദിവസമോ? ഛേ, എന്തൊരു കഷ്ടമായത്. 11 ദിവസം, എൻ്റെ ദൈവമേ. അപ്പോൾ ക്ഷേത്രത്തിൽ അമ്മയും ഏട്ടനും ഏട്ടൻ കെട്ടാൻ പോകുന്ന പെണ്ണും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് പൂജാരി പറയുകയാണ്, എല്ലാം മംഗളമായി നടക്കും, എല്ലാം ഭംഗിയായി നടക്കും. അപ്പോൾ അത് കല്യാണക്കത്ത് പൂജിച്ചിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ അവരെല്ലാം കൂടി താഴെ ഇറങ്ങി വന്ന് അപ്പോഴാണ് പറയുന്നത്, ഞാൻ കൊടുക്കട്ടെ ദേവേട്ടാ എന്ന്. അപ്പോൾ അതിലൊരാൾ പറയുകയാണ്, കല്യാണക്കത്ത് പൂജിച്ചിട്ട് വീട്ടുകാർക്ക് കൊടുക്കാം, ഇതിപ്പോൾ ആദ്യമായിട്ട് കാണുന്നൊരു ചടങ്ങാണ്. ചിലയിടങ്ങളിൽ ഇങ്ങനെ ഒരു ചടങ്ങുണ്ട്, നമ്മളെ നാട്ടിൽ കുറവാണെന്നേ ഉള്ളൂ. അപ്പോൾ അച്ഛൻ കയറി പറയുകയാണ്, നമ്മുടെ മുൻ തലമുറക്കാരൊക്കെ ഇങ്ങനെയുള്ളൊരു ചടങ്ങൊക്കെ നടത്തിയിരുന്നു, ഇപ്പോഴാണ് ഇതൊന്നും ആരും അങ്ങനെ ചെയ്യാത്തത്. അതിപ്പം ഞങ്ങൾ പിന്തുടരുന്നു എന്ന് മാത്രം. കത്ത് സ്വീകരിക്കാനായിട്ട് ശ്രുതിയുടെ അച്ഛൻ വരാത്തതിൽ വിഷമമുണ്ട്. അപ്പോൾ അവൾ പറയുകയാണ്, ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് എപ്പോഴും കറക്കാണ്. ഇപ്പം അച്ഛന് ഏത് രാജ്യത്താണെന്ന് എനിക്ക് പോലും അറിയില്ല. കത്ത് ഞാൻ വാങ്ങിച്ചോളാം, ഈ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് എൻ്റെ അമ്മയോട് വാങ്ങിക്കുന്നതിന് സമ എന്ന് പറഞ്ഞ് അവൾ തന്നെ വാങ്ങിക്കുകയാണ്. തന്നേക്കമ്മേ എന്ന് പറഞ്ഞ് അവൾ തന്നെ സ്വീകരിച്ചു കത്ത്. അപ്പോഴാണ് അവൻ ചോദിക്കുന്നത്, കത്തെങ്ങനെയുണ്ട്, ഇഷ്ടമായോ? അവൾ അതിൽ ഒരെണ്ണം എടുത്ത് നോക്കുകയാണ്. അപ്പോൾ അമ്മ പറയാണ്, ശ്രുതിക്ക് നല്ലത് വരട്ടെ എന്ന് ഞാൻ ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് നിന്നെ ഇവന് കിട്ടിയത്. സന്തോഷമായി അമ്മയ്ക്ക്. അപ്പോഴാണ് അച്ഛൻ ഇടയ്ക്ക് കയറി ചോദിക്കുന്നത്, കല്യാണത്തിനെങ്കിലും മോളെ അച്ഛൻ വരുമോ? സോറി അങ്കിൾ, അദ്ദേഹം വരരുതെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്താ ശ്രുതി അത്? അമ്മയെല്ലാം പറഞ്ഞു എന്നാണ് ഞാൻ കരുതിയത്. പറഞ്ഞില്ല അല്ലേ അങ്കിൾ? അങ്ങനെ ഒരച്ഛനെ എനിക്ക് വേണ്ട അങ്കിൾ. അപ്പോഴാണ് അച്ഛനും മകനും ഒരുപോലെ ഞെട്ടിയത്. വീണ്ടും അവൾ പറയുകയാണ്, സത്യം പറഞ്ഞാൽ ഞാനും അച്ഛനും പിണക്കത്തില്ല, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. എനിക്ക് അമ്മയില്ല, അച്ഛനും ഇല്ലാത്തതുപോലെ തന്നെയാണ്. ഇപ്പം നിങ്ങൾ മാത്രമേ എനിക്കുള്ളൂ, നിങ്ങളാണ് എൻ്റെ കുടുംബം. അപ്പോൾ അവൻ്റെ അമ്മ ഇടയിൽ കയറി വന്ന് പറഞ്ഞു, വിഷമിക്കണ്ട മോളെ, ആരും ഇല്ലെങ്കിലും നിനക്ക് നമ്മളൊക്കെ ഉണ്ട്. ഒരു മോളെ പോലെ തന്നെയാണ് ഞാനും രവിയേട്ടനും നിന്നെ കാണുന്നത്. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, നിൻ്റെ അച്ഛൻ്റെ പിണക്കം ഞങ്ങൾ സംസാരിച്ചിട്ട് മാറ്റിക്കോളാം. ശ്രുതി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞില്ലേ, ഇവനെയും കൂട്ടി പോയിക്കോളൂ. എന്നാൽ ശരിയമ്മേ, ഞങ്ങൾ പോയിട്ട് വരാം. എന്നിട്ട് അവൾ അവിടെ നിന്നും വീണ്ടും തിരിഞ്ഞു വന്നു. എന്നിട്ട് അവൾ അമ്മയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. എന്ത് പറ്റി മോളെ, എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ് അമ്മ അവളെ പിടിച്ച് മാറ്റിയിട്ട്. എന്താ മോളെ നിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല അമ്മേ. അങ്ങനെ അവളും അവളുടെ കൂടെ വന്ന് ആ കുട്ടിയും തിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, പ്രശ്നമാവോടി? എന്ത് പ്രശ്നം? രവി അങ്കിളിന് സംശയമുണ്ടോ? അതാണോ നിൻ്റെ അച്ഛനെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്? അപ്പോൾ അവൾ പറയാണ്, ഏയ് സംശയമൊന്നുമില്ല, നീ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക.
എപ്പോഴെങ്കിലും ഇവർ സത്യം അറിഞ്ഞാൽ പേടിയില്ലേ നിനക്ക്? ഏയ് ഇല്ല. അവരതിന് സത്യം അറിയാൻ പോകുന്നില്ലല്ലോ. ഈ വിവാഹം നല്ല രീതിയിൽ തന്നെ നടക്കും. അവൾ പറയാണ്. എനിക്കെന്തോ പേടിയുണ്ട്. പേടിക്കൊന്നും വേണ്ട. ആ ചന്ദ്രേ, നീ എന്തായാലും വീട്ടിലേക്ക് പോയിക്കോ. എനിക്കെന്തായാലും യൂണിയൻ ഓഫീസ് വരെ പോകണം. ഞാൻ അത് കഴിഞ്ഞ് വരാം. ഈ പെൻഷൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അവർ പെട്ടെന്ന് നോക്കിയാൽ പാസ്സായി കിട്ടുമല്ലോ. അമ്മ പറയാണ് നമുക്ക് പോകാം ബാമേ എന്ന്. അപ്പോൾ ബാമ പറയാണ് ചന്ദ്ര എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ കയറി പിടിച്ചു. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പെണ്ണിൻ്റെ എന്തെങ്കിലും കൊടുക്കണ്ടേ? 10 ലക്ഷം കൊടുത്തല്ലോ. അത് പോരാ, പിന്നെ കുറച്ച് സ്വർണം കൊടുക്കണം. എങ്കിലേ നിന്നോട് അവൾക്ക് മതിപ്പുണ്ടാവുള്ളൂ. അതിന് എൻ്റെ കയ്യിൽ കാശൊന്നും ഇല്ലല്ലോ. എങ്ങനെയെങ്കിലും കാശ് സമ്പാദിച്ച് ഒരു 10 പവൻ കൊടുക്കാൻ നോക്ക് എന്ന് ബാമ പറയുകയാണ്. 10 പവനോ? എങ്ങനെയെങ്കിലും കൊടുത്തേ പറ്റൂ. അതിന് എൻ്റെ കയ്യിൽ എവിടുന്നാ കാശ്? സ്വർണം വേണമെന്ന് ശ്രുതി പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങളായിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം. നിങ്ങൾ ഒന്നും ഇല്ലാത്തവരാണെന്ന് അവൾ കരുതുമല്ലോ. അവളുടെ സ്റ്റാറ്റസിന് ചേർന്നവരാണ് നിങ്ങളും എന്ന് അവൾക്കും മനസ്സിലാവണം. എങ്കിലേ നാളെ നിങ്ങളോടും ബഹുമാനം കാണൂ. നീ പറഞ്ഞ ശരിയാ, സ്വർണം കൊടുക്കാം. പക്ഷേ കാശ് എവിടെ നിന്ന് സംഘടിപ്പിക്കും? അപ്പോൾ ഇവരിങ്ങെന്ന് പറയാണ്. നീ പറഞ്ഞതൊക്കെ നിന്റെ ഭാവി അമ്മായിയമ്മ വിശ്വസിച്ചിരിക്കുക. US-ൽ ബിസിനസ് നടത്തുന്ന കോടീശ്വരനായ അച്ഛൻ, കോടീശ്വരിയായ മകൾ. ആ സ്ത്രീയുടെ കണ്ണ് തള്ളിയിരിക്കുക. നീ ഇല്ലാത്തത് പറഞ്ഞു, ഉള്ളതാണെങ്കിലൊന്നും പറഞ്ഞുമില്ല. മനസ്സിലായില്ല? അതല്ല, ഇല്ലാത്ത അച്ഛനെക്കുറിച്ച് പറഞ്ഞു, മകനെ പറ്റി പറഞ്ഞതും ഇല്ല. സത്യം അവരറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഓർക്കുമ്പോൾ തന്നെ പേടിയാവുകയാ. എന്താ ഈ സത്യമൊക്കെ നീ അവരോട് പറയാൻ വേണ്ടി പോവുകയാണോ? ഞാനെന്തിനു പറയണം? നീ പറഞ്ഞാലേ അവരറിയൂ, അല്ലാതെ അവരറിയാൻ ഒരു വഴിയും ഇല്ല. ചെറിയ വയസ്സിൽ തന്നെ കല്യാണം കഴിപ്പിച്ചയച്ചു. ഒരു കുഞ്ഞിനെ സമ്മാനിച്ചിട്ട് അയാൾ പോയി. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുക. ഇപ്പം എനിക്ക് ജീവിതം തിരിച്ചു കിട്ടിയത് പോലെയാ. എൻ്റെ ഒരുപാട് സ്വപ്നം നടക്കാൻ പോവുക മീര. കള്ളം പറഞ്ഞ് നടത്തുന്ന കല്യാണവും കളിക്കുന്ന കുട്ടികളുണ്ടാക്കുന്ന മണൽ വീടും രണ്ടും ഒരുപോലെയാ. ഏത് സമയം ഇടിഞ്ഞു വീഴാം. ഒറ്റ വീക്ക് വെച്ചാന്നുണ്ടല്ലോ. എന്തിനാ ഇങ്ങനെ നെഗറ്റീവ് പറയുന്നത്? പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പഠിക്കുക. ഞാൻ കെട്ടുന്നത് മണൽ വീടല്ല, കോട്ടയാ. കോട്ട ഇടിഞ്ഞ് വീഴില്ല. അപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത്. ഫോൺ എടുത്തിട്ട് പറയാണ്, പിന്നെ അമ്മയാണല്ലോ. അപ്പോൾ മറ്റവൾ പറയാണ്, എടുക്കടി. തുടർച്ചയായിട്ട് വിളിക്കുന്നതാണെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. എന്ത് കാര്യം? ഇതാ ആദ്യം പറഞ്ഞിട്ട് വിളിക്കുന്നതായിരിക്കും. ദിവസം 3 നേരം ഭക്ഷണം കഴിക്കുന്നത് പോലെ വിളിക്കുമ്പോൾ എടുക്കാൻ എനിക്കെവിടുന്ന നേരം? നിന്റെ ആൻറ്റി ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ കുട്ടി പറയാണ്, ഒന്നുകൂടെ വിളിക്കും മുത്തശ്ശി. ഇത്തവണ അവർ വിളിച്ചപ്പോൾ അവൾ എടുത്തു. അമ്മേ, എന്താ മോളെ? നീ എന്താ ഫോൺ എടുക്കാത്തത്? ആദ്യം പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത്. അവനെന്തോ നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. എന്താ ഇത്ര സംസാരിക്കാനുള്ളത്? ജോലി ചെയ്യാനും സമ്മതിക്കില്ലേ? ഞാനിവിടെ നല്ല തിരക്കിലാണ്. അവനെ അമ്മ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. എന്താ പറഞ്ഞ മുത്തശ്ശി? തിരക്കിലാ മോനെ. ആൻറ്റി എന്താ എന്നെ കാണാൻ വരാത്തത്? ആദ്യയോട് ദേഷ്യമാണോ ആൻറ്റിക്ക്? ആൻറ്റി തിരക്കൊക്കെ കഴിയുമ്പോൾ മോനെ വിളിച്ചോളൂ. മോൻ പോയി കളിച്ചോ. അവൻ കളിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് അച്ഛന് കോഫിയുമായിട്ട് അമ്മ പോവുകയാണ്. അപ്പോൾ അമ്മയോട് പറയാണ്, ഇതെന്താ പതിവില്ലാതെ കോഫിയൊക്കെ? അപ്പോൾ അമ്മ പറയാണ്, എല്ലാ ദിവസവും ഈ സമയത്ത് കുടിക്കുന്നതല്ലേ, എന്നാ ഇതാ കുടിക്കുക എന്ന് പറഞ്ഞ് അച്ഛന് അവർ കോഫി കൊടുത്തു. അവർ കുടിക്കുകയാണ്. അമ്മ അവിടെ അടുത്തിരുന്ന കണ്ടിട്ട് അച്ഛൻ പറയുകയാണ്, പറഞ്ഞോ. എന്ത് പറയാൻ? അല്ല, നിന്റെ ഭാവം കണ്ടാൽ അറിയാം എന്തോ പറയാനുണ്ടെന്ന്. കോഫി വേണമെന്ന് പറഞ്ഞാൽ തന്നെ കൊണ്ടുവരാൻ മടിക്കുന്നയാളാ. ഇപ്പം ഞാൻ പറയാതെ തന്നെ കൊണ്ടുവന്നു. എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറ. ഒന്നുമില്ല, ശ്രുതിയുടെ കല്യാണം അടുത്ത് വരികയല്ലേ, അതിനെന്താ? നമ്മളും ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. കല്യാണമൊക്കെ തടിച്ചു കഴിഞ്ഞു. ക്ഷണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല ചിലവ് വരും കല്യാണത്തിന്. എന്ത് ചിലവ്? അതിൻ്റെ ടെൻഷനിലാണ് ഞാൻ. ക്ഷേത്രത്തിൽ വെച്ചല്ലേ കല്യാണം. അധികം ആർഭാടൊന്നും വേണ്ടാതെ നമ്മൾ തന്നെ തീരുമാനിച്ചതല്ലേ. മാത്രമല്ല ചെറിയ രീതിക്കല്ലേ, അതിനത്ര വലിയ ചിലവൊന്നും വരില്ല. ചിലവ് വരും. താലി, ഡ്രസ്സ്, ഫുഡ്, ഇതിനൊക്കെ നല്ലൊരു ചിലവാവില്ലേ? പിന്നെ പെണ്ണിന് നമ്മളെന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യണ്ടേ? അതിന് പെണ്ണിന് നമ്മളെന്തിനാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്?
അത് അവരുടെ വീട്ടുകാരല്ലേ വാങ്ങിച്ചു കൊടുക്കേണ്ടത്. അത് അവർ തന്നെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അത് നല്ല കാര്യമല്ലേ. നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ വലിയ കാശുകാരാന്നല്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിന് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നു. നമ്മളെന്തെങ്കിലും നൽകിയില്ലെങ്കിൽ അവർ നമ്മളെ വില വെക്കില്ല. നമ്മളൊന്നും കൊടുത്തില്ലെങ്കിൽ നമ്മൾ വെറും സാധാരണക്കാരെ പോലെ അവർ കാണുക. പെണ്ണ് വീട്ടുകാരുടെ ബഹുമാനം കിട്ടേണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണം. എന്ത് കൊടുക്കണമെന്നാണ് നീ പറയുന്നത്? എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന മുഴുവൻ കാശും നിൻ്റെ മകൻ കൊണ്ടുപോയി ആ പെണ്ണിൻ്റെ വായിലിട്ട് കൊടുത്തില്ലേ. അപ്പോൾ ഇത് ആ പെൻഷൻ പോലും കിട്ടുന്നില്ല. കല്യാണ ചെലവിന് തന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ വാങ്ങിച്ചിട്ട് വേണം കല്യാണ ചെലവൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും ചെയ്യണം രവിയേട്ടാ. ഒരു 10 പവനെങ്കിലും അവൾക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. 10 പവനോ? ആ, അങ്ങനെ നിർബന്ധമാണേ കൊടുത്തോ. പക്ഷേ കാശ് എവിടെ നിന്ന് കിട്ടും? അതിനൊരു വഴി ഞാൻ കാണുന്നുണ്ട്. എന്ത് വഴി? നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ വീടിൻ്റെ ആധാരം കൊണ്ടുപോയി പണയപ്പെടുത്തിയിട്ട് കൊടുക്കാം. എന്നാൽ പിന്നെ ഇപ്പം തന്നെ പോയിട്ട് ആധാരം പണയം വെച്ചിട്ട് കാശ് വാങ്ങിച്ചിട്ട് വരാം. ഞാൻ പോയിട്ട് ആധാരം എടുത്തുകൊണ്ട് വരാം. ആ രവിയേട്ടാ, അത് വേണ്ട, അതവിടെ ഇരിക്കട്ടെ. അതെടുക്കണ്ട. അപ്പോൾ രവിയേട്ടൻ പിന്നെ എവിടുന്ന പണം സമ്പാദിക്കുക? പിന്നെ എവിടുന്ന പണം സംഘടിപ്പിക്കുക? ആധാരം പണയപ്പെടുത്തിയെന്ന് സച്ചി അറിഞ്ഞാൽ പിന്നെ അതൊരു പ്രശ്നമാവും. അതുകൊണ്ട് ആധാരമൊന്നും പണയപ്പെടുത്തണ്ട. ശ്രുതി മാത്രമല്ലല്ലോ, മറ്റു മക്കൾക്കും കൂടി അവകാശപ്പെട്ടതല്ലേ അത്. ശ്രുതിക്ക് വേണ്ടി മാത്രം അത് പണയപ്പെടുത്തുന്നത് ശരിയല്ല ഏട്ടാ. എന്ത് പറ്റി? മറ്റുള്ള മക്കളെക്കുറിച്ചും കൂടി ഓർക്കുന്നുണ്ടല്ലോ. അല്ല പിന്നെ എങ്ങനെ ഇപ്പോൾ ഈ പൈസ സംഘടിപ്പിക്കുക? അത് നിങ്ങളെ അമ്മയുടെ കയ്യിൽ കാശുണ്ടല്ലോ, അവരോട് ചോദിച്ചൂടെ? അമ്മയോട് ഞാനായിട്ട് കാശ് ചോദിക്കില്ല. വേണമെങ്കിൽ നീ ചോദിച്ചോ. ഞാൻ വേണമെങ്കിൽ നിന്നെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോകാം. നീ അമ്മയോട് ചോദിച്ച് വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കോ. ഞാൻ ആ വീട്ടിലേക്ക് വരില്ലെന്ന് പറഞ്ഞതാ. അതെങ്ങനെ ശരിയാന്നേ? അമ്മയുടെ കാശും വേണം, അമ്മയുടെ അടുത്ത് പോകാനും വയ്യ. ആ, എന്താന്ന് വെച്ചാൽ നീ ആലോചിച്ച് വേണ്ടതുപോലെ തീരുമാനിക്കേ. പോയാലോ? വേറെ വഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ അവിടെ ആലോചിച്ച് നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ സീരിയലിൻ്റെ ഈ ഭാഗം കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്ത ഭാഗവുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതാണ്. ഓക്കെ, ബൈ ബൈ.